ഹലോ, ഈ ഒരു മെഹന്തി ഡിസൈൻ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് നിങ്ങൾക്ക് ബ്രൈഡിന് വേണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഏത് ഒക്കേഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വരക്കുന്നത് എന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള ഒരു ഷീറ്റിൽ ഞാനിവിടെ ഒരു ഹാൻഡൊക്കെ വരച്ചിട്ട് ഹെന്ന കോണൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായിട്ട് തന്നെ ഞാൻ ലൈനാണ് വരച്ചിട്ട് കൊടുക്കുന്നത്. ഏതൊരു മെഹന്തി ഡിസൈനിലും ലൈന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. താഴെ നിന്നും മുകളിലോട്ടൊരു ലൈൻ വരച്ചിട്ട് എന്നിട്ട് മുകളിൽ നിന്നും താഴോട്ടൊരു ലൈൻ, ഇങ്ങനെയാണ് ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നത്. ആ ഫസ്റ്റ് വരച്ചിട്ടുള്ള ലൈനിന് മുകളിലൂടെയായിട്ട് വീണ്ടും ഒരു 2 ലൈന് കൂടി ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ലൈന് വരക്കുമ്പോഴത്തേക്കും ഒരുപാട് സ്പേസ് ഇട്ടിട്ട് വരക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഡിസൈനിൻ്റെ ഭംഗി തന്നെ മാറും. എന്നിട്ട് ഇതേ മുകളിൽ വരച്ചിട്ടുള്ള ആ ഒരു 2 ലൈനിൻ്റെ ഉള്ളിലായിട്ട് നല്ലൊരു പ്രഷർ കൂട്ടി ഒരു തിക്കാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ലൈനിനെയാണ് നമ്മൾ തിക്ക് ലൈൻ എന്ന് പറയുന്നത്. അതിന് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് മിനി റോസാണ് വരക്കുന്നത്. അതായത് മിനി റോസും ലീവ്സും ചെറിയ ചെറിയ രീതിയിലുള്ള സർക്കിൾസ് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു ഡിസൈനിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മിനി റോസ് തന്നെ വരക്കണം എന്നില്ല കേട്ടോ. മിനി ലോട്ടസ് ആയാലും പ്രശ്നമൊന്നുമില്ല, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടി. സ്പൈറലും വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിന് നെഗറ്റീവ് ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. നല്ല പ്രഷർ കൂട്ടിയിട്ട് ആണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും ഒരുപോലുള്ള പ്രഷർ തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്കിലാണ് ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്കൊരു ഭംഗിയായിട്ട് തോന്നുന്നത്. ഇപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നിട്ട് ഇതേ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു തിക്ക് ലൈനിൻ്റെ മുകളിലൂടെയായിട്ട് വീണ്ടും ഒരു തിന്നായിട്ടുള്ള ഒരു ലൈൻ ഞാൻ വരക്കുന്നുണ്ട്. ഈ ഡിസൈനിലെ ഭംഗി ഒന്നും കൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് താഴെ ചെറിയ രീതിയിലായിട്ട് കുറച്ച് വൈൻസ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വൈൻസിന് പകരമായിട്ട് ചെറിയ രീതിയിലുള്ള ലീവ്സോ അല്ലെങ്കിൽ ടിയർ ഡ്രോപ്സോ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഡിസൈൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ വരയ്ക്കുന്ന ഈ ഒരു ഡിസൈനിനെയാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മുടെ മെഹന്തി ഡിസൈനിൽ സ്റ്റാർട്ടപ്പ് ഡിസൈനായിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അതിന് ശേഷം ഇതേ മുകളിലായിട്ട് തന്നെ ഞാനൊരു ലൈന് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ ആ ഒരു ഷാർപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷനില്ലേ അവിടെ നിന്നും മുകളിലോട്ടൊരു ലൈന് വരച്ചിട്ട് കുറച്ച് വൈൻസ് ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വരച്ചിട്ടുള്ള ആ ഒരു വൈൻസിൻ്റെ 2 സൈഡിലായിട്ട് തന്നെ തിന്നായിട്ടുള്ള 2 ലൈന് കൂടെ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വരച്ചിട്ടുള്ള ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ഹംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹംസ് നമ്മുടെ മെഹന്തി ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഇപ്പോൾ ഈ വരച്ചു കൊണ്ടിരിക്കുന്ന ലൈനിനെയാണ് നമ്മൾ വാവി ലൈൻസ് എന്ന് പറയുന്നത്. അത് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വാവി ലൈൻസ് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു നടുവിൽ വരുന്ന ഭാഗത്ത് ഓരോ ഡോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഡോട്ട് വരയ്ക്കുമ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനിന് എന്തോ ഒരു ഭംഗിക്കുറവ് പോലെ നമുക്ക് തോന്നും. ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഹെന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ നമ്മൾ കുറച്ചുകൂടെ ഒരു പ്രഷർ നമ്മൾ എടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെന്ന കോണാണെങ്കിൽ അതേ സമയം നമ്മൾ വീട്ടിൽ നിന്നും തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന കോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കത് അധികം പ്രഷറൊന്നും കൊടുക്കാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് വരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഹെന്ന കോണും അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന കോണും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ബ്രൈഡ്സിനൊക്കെ ആണെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന കോണ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അത് നമുക്ക് പെട്ടെന്ന് തന്നെ വരച്ചിട്ട് നമ്മുടെ പണി തീർക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം മുകളിലായിട്ടൊരു തിന്നായിട്ടുള്ളൊരു ലൈന് വരച്ചിട്ട് അതിന് മുകളിലായിട്ട് ഹംസാണ് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മലയാള അക്ഷരമാലയിൽ ആരൂറ നമ്മൾ അങ്ങോട്ട് വരച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതിന് റാന്നല്ല കേട്ടോ പറയുക, ഫ്രിൽസ് എന്നാണ് പറയുക. ഓക്കെ, അതിന് മുകളിലായിട്ട് നമ്മൾ ഒരു തിക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് വീണ്ടും തിന്നായിട്ടുള്ള ഒരു ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തിന്നാക്കി തന്നെ വരയ്ക്കണം കേട്ടോ. അത് തിക്കായി പോയാൽ ഒട്ടും ഭംഗി ഉണ്ടാവില്ല നമ്മുടെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിന്നായിട്ടുള്ള ലൈൻസൊക്കെ വരയ്ക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഡിസൈനൊക്കെ ഒന്ന് എൻഹാൻസ് ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത് കേട്ടോ. ആ ഒരു ലൈനിന് മുകളിലായിട്ട് വീണ്ടും ഹംസ ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലുള്ള 3 ലൈൻസ് ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മുകളിലത്തെ ലൈൻ വന്നിട്ട് തിക്കായിട്ടുള്ള ലൈനാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പോലെയുള്ള മിനി റോസസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയും നമ്മൾ വരച്ചിട്ട് കൊടുക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ താഴെ ലോട്ടസ് ആണ് നിങ്ങൾ വരച്ചിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലോറൽസ് ആണ് വരച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു സെയിം ആയിട്ടുള്ള ഡിസൈൻ തന്നെ നിങ്ങൾ ഇവിടെയും കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ചിലർക്ക് റോസസിന് പകരം ലോട്ടസ് ഒക്കെ ആയിരിക്കും താല്പര്യം, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള ഡിസൈൻ വരയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് ചെറുതായി പോവരുത് കേട്ടോ നമ്മുടെ ഡിസൈന്. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് ഫില്ലിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈന് നല്ല ചെറുതും നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഡിസൈന് കാണില്ല കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. തിക്ക് ലൈനിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു തിന്നായിട്ടുള്ള ലൈൻ ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഹംസ് തന്നെയാണ് കേട്ടോ നമ്മൾ വരക്കുന്നത്. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. നമ്മളെ ഹെന്ന റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് അതിലിടാറുള്ളത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോം പേജിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഒരു ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമല്ലോ. ഇപ്പോൾ ഈ വരച്ച് കൊണ്ടിരിക്കുന്നതാണ് നെഗറ്റീവ് ഹെന്ന സ്പേസ് ഡിസൈനാണ് കേട്ടോ. അതായത് നമ്മളിങ്ങനെ സ്പേസ് ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ വരയ്ക്കുന്ന ഒരു ഡിസൈനാണത്. ഓക്കെ, നമ്മളിങ്ങനെ വരച്ചിട്ട് അതിന് ചുറ്റുമായിട്ട് തന്നെ നമ്മൾ ഡാർക്കൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടാണ്. ഒരേ പ്രഷറിൽ തന്നെ നിങ്ങൾ ഡാർക്കൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനത്തെ നമ്മുടെ ഈ ഒരു ഡിസൈനും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്നും ഇങ്ങനെ ലൈൻസ് വരച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 4 ലൈനാണ് ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നത്. നടുവിലുള്ള ആ ഒരു ലൈനിൻ്റെ അകത്തായിട്ട് തന്നെ തിക്കാക്കി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഹംസ് വരച്ചിട്ടാണ് കൊടുക്കുന്നത്. തിന്നായിട്ടാണ് കേട്ടോ ഹംസ് ഞാൻ ഇവിടെ വരച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തുള്ള സ്പേസിൽ നമ്മൾ സ്പൈറലും ഹംസും വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതും വളരെ തിന്നാക്കിക്കൊണ്ടാണ് ഞാൻ വരക്കുന്നത്. തിക്കാക്കിയിട്ടാണെങ്കിൽ ഡിസൈന് ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ആദ്യം ഒരു ഹംസ് വരച്ചിട്ട് അതിന് മുകളിലായിട്ട് ഇങ്ങനെ 2 ലെയറായിട്ട് ഹംസ് വരക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വരക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ ഗ്യാപ്പ് വരാതിരിക്കാനാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഗ്യാപ്പുള്ള ഭാഗങ്ങളിലെല്ലാം ഹംസ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. അങ്ങനെ അത് നമ്മളത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ അല്പം ലെങ്ത്ത് കൂടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ അല്ലല്ലോ നമ്മളിവിടെ വരച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ ഹംസിൻ്റെ മുകളിലായിട്ട് തന്നെ ഫ്രിൽസ് വരച്ചിട്ട് അതിൻ്റെ നേരെ മുകളിൽ ഒരു തിന്നായിട്ടുള്ള ഒരു ലൈന് കൂടെ വരച്ചിട്ട് നല്ലോണം ഒന്ന് തിക്കാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു തിന്നായിട്ടുള്ള ലൈന് വരച്ചിട്ട് നമ്മൾ ഹംസ് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫിംഗർ തുടങ്ങുന്ന ഭാഗത്ത് നിന്നും ഓരോ ലൈൻ ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇനി അടുത്ത ഡിസൈൻ വരക്കുമ്പോഴത്തേക്കും ഈ ഒരു ഇതുവരെ മതി, അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്രിഡ്സാണ് കേട്ടോ വരച്ചിട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ടുള്ള ഓരോ ലൈൻസ് ഞാൻ വരച്ചിട്ട് പിന്നെ ഒരേ അളവിലുള്ള ലൈൻസ് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡോട്ടായിട്ട് ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ലൈൻ വരച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ലൈൻസ് എല്ലാം കൂട്ടിമുട്ടുന്ന ആ ഒരു സെൻറ്റർ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഇതേപോലെയുള്ള ലൈന് ക്രോസ് ആക്കി വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വൈൻസും വരയ്ക്കുന്നുണ്ട് കേട്ടോ.
ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഗ്രിഡ്സും നിങ്ങൾക്ക് ഇവിടെ വരച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് ഫിംഗർ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഇതേപോലെ ലൈൻസും അതുപോലെ ഹംസ് ഫ്രിൽസ് ഒക്കെ വരച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു മിനി റോസ് ഇവിടെയും നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ലോട്ടസ് ആണെങ്കിൽ ആ ഒരു ലോട്ടസ് ഇവിടെ വരച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നെഗറ്റീവ് ഫില്ലിങ്ങും ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഹെന്ന കോണും സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടൊന്ന് പറയണേ. നമ്മുടെ ഹെന്ന കോണിൽ ഷിപ്പിംഗ് ചാർജും വരുന്നുണ്ട് കേട്ടോ. നമ്മളിത് കൊറിയറായിട്ട് അയക്കുകയാണെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുമല്ലോ. ഓക്കെ. പിന്നെ നെയിലിൻ്റെ ആ ഒരു ഭാഗത്ത് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലുള്ള ഹെവി ഡിസൈൻസൊക്കെ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും. പിന്നെ ഫിംഗറിലെല്ലാം ഒരേ ഡിസൈൻ തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള മെഹന്തി ഡിസൈൻസാണ് ഇഷ്ടമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആണോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഹെവി പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള മെഹന്തി വീഡിയോസാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടം ആയതെങ്കിലും അതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മൈലാഞ്ചിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്കിൻ കെയർ ഹെയർ കെയർ പ്രൊഡക്ട്സിൻ്റെ എല്ലാം റിവ്യൂസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളാണെങ്കിലും അതെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പിന്നെന്താ, ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മെഹന്തി വീഡിയോ വന്നിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടോ? പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഡിസൈൻസൊക്കെ വരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ആളുകളാണെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.